എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത നൈറ്റികളാണ്. അതിൽ എലൈനും ഉണ്ട്, പ്ലീറ്റഡും ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് സ്റ്റിച്ച് ചെയ്ത നൈറ്റികൾ, ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത സാരികൾ, ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ചുരിദാർ ടോപ്പുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇത് ഒരാൾ തന്നെയാണ് ഇതിൻ്റെ എംബ്രോയിഡറി ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഷോപ്പൊന്നുമില്ല, ഇത് ഓൺലൈൻ സ്റ്റോർ മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആദ്യത്തെ നൈറ്റി. ഇതൊരു പ്ലീറ്റഡ് നൈറ്റിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി വരുന്നത്. ഒരു നേവി ബ്ലൂ കളറിൽ ഓൾ ഓവർ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകൾ വന്നിട്ടുള്ള ഒരു നൈറ്റിയാണ്. നേവി ബ്ലൂവിൽ വൈറ്റ് ഗ്രീനൊക്കെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. കുഞ്ഞ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗത്ത് നമ്മളൊരു വൈറ്റ് പീസ് വെച്ചിട്ട് അതിൽ ഹാൻഡ് എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതിന് ശേഷമാണ് ഇത് ഫിനിഷ് തയ്ക്കുന്നത്. ഇതിൻ്റെ പുറകുവശത്തൊന്നും എംബ്രോയിഡറിയുടെ നൂലൊന്നും കാണുന്നില്ല. മുൻഭാഗത്ത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഉണ്ട്. അത് എംബ്രോയിഡറി ഈ വൈറ്റ് പീസിൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണിത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ബാക്കിലും പ്ലീറ്റഡുമാണ്. ബാക്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഞൊറികളുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ്. ഇത് റൗണ്ട് നെക്കാണ്. ഇതിൻ്റെ ഒരു ചെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 44+ ഉണ്ടാവും. ലെങ്ത്ത് ഒരു 56+ ലെങ്ത്ത് ഉണ്ടാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 690 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അവൈലബിൾ അല്ല. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നൈറ്റുകൾക്കൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. എല്ലാം സോൾഡ് ഔട്ടായി. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വയ്ക്കുക. എന്നാലാണ് നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതെല്ലാം പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ നൈറ്റി. നമുക്ക് അടുത്തത് കണ്ടു നോക്കാം. അടുത്തതൊരു വൈറ്റ് പേസാണ്. വൈറ്റിൽ ലൈറ്റ് ബ്ലൂ ഗ്രീൻ ചേർന്നൊരു ഷെയ്ഡ് വന്നിട്ടുള്ള പൂക്കളാണുള്ളത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എംബ്രോയിഡറി ഇങ്ങനെയാണ് വരുന്നത്. ബുള്ളിയൻ റോസ് സ്റ്റിച്ചസാണ് ചെയ്തേക്കുന്നത്. പുറകുവശം ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബാക്കും പ്ലീറ്റഡ് തന്നെയാണ്. ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട്. സ്ലീവ് ലെങ്ത്ത് ഒരു 7 ഇഞ്ചൊക്കെ വരും. ഇതും ഒരു 44+ ചെസ്റ്റ് വരുന്ന ഒരു നൈറ്റിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെയും റേറ്റ് 690 ഷിപ്പിംഗ് ചാർജുമാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാകും. അടുത്തത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നൊരു നൈറ്റിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി വന്നെടുക്കുന്നത്. എപ്പോഴും നമ്മൾ എംബ്രോയിഡറി ആദ്യം ആ ഒരു പ്രിൻറ്റിൻ്റെ യോജിച്ച രീതിയിലാണ് നമ്മളെപ്പോഴും എംബ്രോയിഡറി ചെയ്യുന്നത്. ഇതിൽ വന്നിട്ടുള്ളത് കോഫി ബ്രൗണിൽ ഒരു യെല്ലോ കളറ് പ്രിൻ്റാണ് വന്നേക്കുന്നത്. നല്ലൊരു പ്രിൻറ്റിങ്ങാണ്. ഇതിനോട് ഒരു സിമിലറായിട്ടുള്ള എംബ്രോയിഡറിയാണ് നമ്മളെപ്പോഴും യോക്കിൽ ചെയ്യുക. ഇതും
പുറകുവശമൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ട് നമ്മളിവിടെ സ്വന്തം സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഫ്രണ്ട് ഓപ്പൺ ഉണ്ട് ഇതിനും. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള നൈറ്റിയാണ്. അടുത്തതൊരു എലൈൻ നൈറ്റിയാണ്. പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ള എലൈൻ നൈറ്റിയാണ്. കണ്ടോ, ഇതിനൊരു സ്ക്വയർ നെക്കാണ്. ഇതിൻ്റെ പാറ്റേൺ സ്ക്വയർ നെക്കാണ്. ഇതിൽ പ്ലീറ്റ് ഇല്ല. എലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാർ കട്ടാണ് എലൈൻ എന്ന് പറയുന്നത്. ഇതിന് പ്ലീറ്റ് ഇല്ല. ഇതിൻ്റെ സ്ക്വയർ നെക്ക് വന്നിട്ട് അതിൻ്റെ എംബ്രോയ്ഡറിയും പിന്നെ സ്ക്വയർ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങനെയൊരു ത്രെഡ് വർക്കും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. ഈ ത്രെഡ് ചെയ്തേക്കുന്നത് നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഷോർട്ട് സ്ലീവാണ്. ഇതിന് ഒരു 56 എബോവ് ലെങ്ത് ഉണ്ട്. 46 ചെസ്റ്റും വരും. പ്യുവർ കോട്ടൺ ആണ്. സീത്രൂ ഒന്നല്ല. നമുക്ക് ഉണ്ടോ, നമുക്ക് വീട്ടിലൊക്കെ വെയർ ചെയ്ത് നിൽക്കാൻ നല്ല തുണി കൊണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള തുണി കൊണ്ട് തന്നെ തയ്ച്ചതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്തായിട്ട് നമ്മളൊരു ചുരിദാർ ടോപ്പ്, സൽവാറിൻ്റെ ടോപ്പ് മാത്രം എംബ്രോയ്ഡറി ചെയ്തതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എംബ്രോയ്ഡറി. ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വീനക്കാണ്